2025 മെയ് 14-ാം തീയതി അതുവരെ ഇടവൻ രാശിയിലുണ്ടായിരുന്ന വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ വ്യാഴമാറ്റം വഴി ഓരോ രാശിക്കാർക്കും ആ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തേത് മേടൻ രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക, കാല് എന്നിവയാണ് മേടൻ രാശിയിലുള്ളത്. മേടൻ രാശിക്കാർക്ക് 12-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനുമാണ് വ്യാഴം. അതാണിപ്പം 3-ാം ഭാവത്തിലേക്ക്, അത് മിഥുനക്കൂറിലേക്ക് വന്നിരിക്കുന്നത്. 3-ാം ഭാവം ചാരവശാൽ അത്ര അനുകൂലമല്ല. തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ജോലി തടസ്സം, കാര്യതടസ്സം, ബന്ധുവഴക്ക് എന്നിവയെല്ലാം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രോഗം, ഉപദ്രവം, സ്ഥാനഭ്രംശം എന്നിവയ്ക്കെല്ലാം സാധ്യത കാണുന്നുണ്ട്. പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അത്ര ഗുണകരമായ സമയം അല്ല. കാര്യപരാജയം, പിതൃക്ലേശം, ദുർബുദ്ധി, ദേഹോദ്രവം എന്നിവയെല്ലാം 3-ാം ഭാവത്തിൽ ചാരവശാൽ വ്യാഴം നിൽക്കുമ്പോൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതാണ്. സന്തോഷമില്ലായ്മ, അവിചാരിതമായി ഉണ്ടാകുന്ന ഭയം, ധനവ്യയം എന്നിവയൊക്കെ 3-ാം ഭാവത്ത് വ്യാഴം വരുമ്പോൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എല്ലാത്തിനും അതിയായ ശ്രദ്ധ ഉണ്ടാവേണ്ടതും അബദ്ധത്തിൽ ഒന്നും ചെന്നുചാടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ്. അടുത്തത് ഇടവൻ രാശി. കാർത്തിക മുക്കാല്, രോഹിണി, മകേരം ആദ്യത്തെ 2 പാദം എന്നിവയാണ് ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇടവൻ രാശിക്കാർക്ക് 8-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനുമായ വ്യാഴം ഇപ്പോൾ 2-ാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. 2-ാം ഭാവം എന്നത് വ്യാഴത്തിന് ഏറ്റവും നല്ല ഭാവമാണ്. അതുകൊണ്ട് തന്നെ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ഇടവൻ രാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം വഴി നല്ല സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ധനസ്ഥാനമായ 2-ാം ഭാവത്തിലേക്ക് വ്യാഴം എത്തിയത് വഴി ധനലാഭം, ഉയർച്ച, കിട്ടാനുള്ള പണം ലഭിക്കൽ, അംഗീകാരം നേടൽ, ദ്രവ്യലാഭം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് തരമായി കിട്ടുന്നതാണ്. സമ്മാനങ്ങൾ കിട്ടാനും പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ഒക്കെ 2-ാം ഭാവത്തിൽ വ്യാഴം വന്നത് വഴി അവസരം ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതും എല്ലാ കാര്യത്തിലും ഒരു ഉണർവും സന്തോഷവും എല്ലാം ഉണ്ടാകുന്നതും ആണ്. ഈ സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവസരമുണ്ടാകുന്നതും അത് ചെയ്യുവാൻ തയ്യാറാവുന്നതും ആയിരിക്കും. ഇഷ്ടഭക്ഷണ ലബ്ധി ഉണ്ടാകുന്നതാണ്. പൊതുവെ ഇടവൻ രാശിക്കാർക്ക് 2025-ലെ വ്യാഴമാറ്റം വഴി ഏറെ ഗുണകരമായ അവസ്ഥയാണ് ഉണ്ടാകുവാൻ പോകുന്നത്. മിഥുനൻ രാശി. മകേരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ 3 പാദവും ചേർന്നതാണ് മിഥുനൻ രാശി. മിഥുനൻ രാശിക്കാർക്ക് 7-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനുമായ ഗുരുവാണ് 12-ാം ഭാവത്തിൽ നിന്ന് ജന്മത്തിലേക്ക് വന്നിരിക്കുന്നത്. ജന്മത്തിൽ ഗുരു വരുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കണക്കാക്കുന്നത്. സാമ്പത്തിക നഷ്ടം ഉണ്ടാകാതെ നോക്കണം. എല്ലാറ്റിനും കൂടുതൽ ശ്രദ്ധ ഉണ്ടാവണം. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അകാരണമായ ഭയം ഉണ്ടാകുവാൻ ഈ അവസരത്തിൽ സാധ്യതയുണ്ട്. അപമാനം, മനോവിഷമം എന്നിവ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അധിക ചിലവ് ഉണ്ടാകാതെ നോക്കേണ്ടതാണ്. വസ്തുക്കൾക്ക് നാശം സംഭവിക്കുവാനുള്ള സാഹചര്യം ഉണ്ട്. സ്ഥാനഭ്രംശം, ധനനാശം എന്നിവയെല്ലാം ഈ അവസരത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. അധികാര നഷ്ടം, ആലസ്യം, സന്തോഷമില്ലായ്മ എന്നിവയെല്ലാം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിലും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ 1 വർഷമായി വ്യാഴം 12-ലായതുകൊണ്ട് വളരെ അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ് ഈ നക്ഷത്രക്കാർ. എന്നാൽ വ്യാഴം ജന്മത്തിലേക്ക് വന്നതുകൊണ്ട് അതിൽ നിന്നെല്ലാം ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അടുത്തത് കർക്കിടകക്കൂറുകാർ. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. കർക്കിടകക്കൂറുകാർക്ക് 6-ാം ഭാവാധിപനും 9-ാം ഭാവാധിപനുമായ വ്യാഴം ഇപ്പോൾ 12-ാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. 12-ാം ഭാവം വ്യാഴത്തിന് അത്ര ഗുണകരമല്ല. ദോഷ സമയമാണ് ഈ നാളുകാർക്ക് ഇനി 1 വർഷം.
സുഹൃത്തുക്കളുമായി തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മാറ്റം, തടസ്സം, വിദേശ ജോലികൾക്ക് ഉള്ള അവസരം നഷ്ടപ്പെടൽ എന്നിവയെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്വന്തം തൊഴിൽ ചെയ്യുന്നവർക്ക് അത്ര അനുകൂലമല്ല. സ്വയം എന്തെങ്കിലും സംരംഭമൊക്കെ നടത്തുന്നവർക്ക് ഗുണപ്രദമായ ഒരു സമയം ആയിക്കൊള്ളണമെന്നില്ല. മനഃശാന്തിക്കുറവ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. വഞ്ചനയിൽ പെടാതിരിക്കാൻ സൂക്ഷിക്കണം. ധനവ്യയം ഉണ്ടാവാനും സാധ്യതയുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധ വേണം. നാം ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളണമെന്നില്ല. വസ്തുതർക്കം ഉണ്ടാകുവാനും അകാരണമായ ഒരു പേടി ഉണ്ടാകുവാനും ഒക്കെ ഈ സമയങ്ങളിൽ സാധ്യത കാണുന്നു. ദേഹോപദ്രവം ഏൽക്കുവാനോ മൃഗങ്ങളിൽ നിന്നുള്ള ഉപദ്രവം ഏൽക്കുവാനോ ഒക്കെ സാധ്യതയുള്ളതിനാൽ എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ വേണം. അടുത്തത് ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം അടങ്ങിയ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് എട്ടാം ഭാവാധിപനും 5-ാം ഭാവാധിപനുമായ വ്യാഴമാണ് ഇപ്പോൾ 11-ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത്. ഏറെ ഗുണകരമാണ് ഈ വ്യാഴമാറ്റം വഴി ചിങ്ങക്കൂറുകാർക്ക് വരാൻ പോകുന്നത്. വ്യാഴം ലാഭസ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് പുരോഗതി കൈവരിക്കുന്നതാണ്. ചാരവശാൽ വ്യാഴം 11-ൽ എത്തുന്നത് വളരെ അനുകൂലമായാണ് കാണുന്നത്. തൊഴിലിൽ ഉയർച്ചയും സ്ഥാനക്കയറ്റവും ഒക്കെ ഉണ്ടാകുന്നതാണ്. ശമ്പള വർധനവിനും സാധ്യതയുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു പുരോഗതി കൈവരിക്കുന്നതായി കാണാം. വാഹനം വാങ്ങുവാനുള്ള അവസരവും ഉണ്ടാവുന്നതാണ്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പല നേട്ടങ്ങളും കൈവരിക്കുന്നതിന് ഒരു അവസരം വന്നു ചേരുന്നുണ്ട്. സംരംഭം തുടങ്ങുന്നവർക്ക് അത് വിജയിക്കുവാനുള്ള സാധ്യത കാണുന്നു. കീർത്തിയും പ്രശസ്തിയും എല്ലാം വന്നു ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. സന്തോഷിക്കുവാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവുന്നതാണ്. ശത്രുഹാനിയും സന്താനലബ്ധിയും എല്ലാം ഉണ്ടാവുന്നതാണ്. സ്ഥാനലബ്ധി കൈവരിക്കുന്നതാണ്. പുതിയ സ്ഥാനമാനങ്ങൾ നേടുവാനുള്ള അവസരവും ഉണ്ടാവുന്നതാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു കാര്യവിജയം തന്നെ ഇവർക്ക് ഉണ്ടാവുന്നതാണ് ഈ സമയം. അടുത്തത് കന്നിക്കൂറ്. ഉത്രത്തിൻ്റെ 3 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 2 പാദവും അടങ്ങിയതാണ് കന്നിക്കൂറ്. ഈ നാളുകാർക്ക് ഇപ്പോൾ 7-ാം ഭാവാധിപനും 4-ാം ഭാവാധിപനുമായ വ്യാഴം 10-ാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത്. 10-ാം ഭാവം എന്നത് ഗുണദോഷ സമ്മിശ്രമായ ഭാവമാണ് ഗുരുവിന്. അതുകൊണ്ട് തന്നെ വലിയ ഗുണവും എന്നാൽ വലിയ ദോഷവും ഇല്ലാത്ത ഒരു സമയമാണ് ഇവർക്ക് ഇനിയുള്ള ഒരു വർഷം. കർമ്മസ്ഥാനത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. എന്നിരുന്നാലും സാമ്പത്തിക നഷ്ടവും തൊഴിൽ നഷ്ടവും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഉണ്ട്. പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണ്. ഗുണകരമല്ലാത്ത ചില മാറ്റങ്ങളൊക്കെ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുവാനും സ്ഥാനഭ്രംശം ഒക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അപവാദങ്ങൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ ചിലപ്പോൾ വന്നു ചേർന്ന് എന്നിരിക്കാം. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ വേണം. ഉന്മേഷക്കുറവും ആലസ്യവും എല്ലാം തോന്നുന്ന സമയമാണ്. എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോഴും ഉൾവലിയുവാനുള്ള ഒരു പ്രേരണ ഉണ്ടാകാം. അലസത ഒഴിവാക്കുകയും ചെയ്യാനുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി തന്നെ ചെയ്തു തീർക്കുകയും ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ ശ്രദ്ധയോടെയും കൂടുതൽ ഊർജ്ജസ്വലതയോടെയും കാര്യങ്ങൾ ചെയ്തു തീർക്കുക. മേടം മുതൽ കന്നി വരെയുള്ള 6 രാശികളിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് 2025-ലെ വ്യാഴമാറ്റം വഴി ലഭിക്കാവുന്ന ഫലങ്ങളെപ്പറ്റി ഒരു പൊതുഫലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും വ്യാഴമാറ്റം വഴി കിട്ടാവുന്ന ഗുണദോഷങ്ങൾ അവരുടെ ജാതകവശാലുള്ള അവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും. ജാതകത്തിൽ ഓരോ ഗ്രഹത്തിൻ്റെ സ്ഥിതിയും ഓരോ ഗ്രഹം ഏത് ഡിഗ്രിയിൽ നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയും ഒക്കെയാണ് ഗുണവും ദോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുക. രാശിമാറ്റം വഴി ഉണ്ടാക്കാവുന്ന ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നതിനും ഗുണങ്ങൾ
അതിൻ്റെ പൂർണ്ണ തോതിൽ ലഭിക്കുന്നതിനും വൈഷ്ണവ പ്രീതി വരുത്തേണ്ടതുണ്ട്. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം. മഹാവിഷ്ണുവാണ് ഗുരുവിൻ്റെ ദേവത. തുളസിമാല, അർച്ചന, പാൽപ്പായസം എന്നിവ നടത്തുക. പ്രാർത്ഥന മുടക്കാതിരിക്കുക. വ്രതശുദ്ധിയോടെ നടക്കുക. ഗുരുതുല്യരെ പ്രീതിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും.